CPM കൗൺസിലർക്കെതിരെയുള്ള കമ്മീഷൻ വിവാദം കൗൺസിലർ മൻസൂർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ. എന്നാൽ നഗരസഭയിൽ എല്ലാ വാർഡുകളിലും വിജിലൻസ് അന്വേഷണം വേണമെന്ന് CPM കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കൗൺസിൽ യോഗത്തിൽ വാക്കുതർക്കം തുടർന്ന് ഭരണപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയും കൗൺസിലർ കൂടിയായ മൻസൂറിനെതിരെയുള്ള കമ്മീഷൻ വിവാദത്തെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ വാക്കുതർക്കം നടന്നത്. കൗൺസിലറുടെ വാർഡിൽ മാത്രമല്ല നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് CPM അംഗങ്ങൾ ഒപ്പുവെച്ച പരാതി കൗൺസിൽ മുൻപാകെ സെക്രട്ടറിക്കും ചെയർമാനും പരാതി നൽകി. എന്നാൽ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരെയും മോശക്കാരാക്കാൻ തയ്യാറല്ലെന്ന് നഗരസഭ ചെയർമാൻ നിലപാട് വ്യക്തമാക്കി. മുസ്ലിം ലീഗോ UDF കൗൺസിലർമാരോ ഉന്നയിച്ച ആരോപണമല്ലെന്നും മറിച്ച് CPM അനുഭാവികളായിരുന്നവർ ഉന്നയിച്ച ആരോപണമാണെന്നും ചെയർമാൻ പറഞ്ഞു. കൗൺസിൽ ഈ ഒരു പുറത്തു നിന്നുള്ള ഒരു അഴിമതിയും നഗരസഭയെ കുറിച്ചോ ചെയർമാനെ കുറിച്ചോ സെക്രട്ടറിയെ കുറിച്ചോ മറ്റുള്ള കൗൺസിലർമാരെ കുറിച്ചോ ഉന്നയിക്കാത്തോടത്തോളം കാലം ഇങ്ങനെ ഒരു ലെറ്റർ തന്നാൽ തന്നെ കൗൺസിലിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായി അഴിമതി ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഉള്ള ബാക്കിയുള്ള എവിടുന്നും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആരോപണം ഉന്നയിക്കാത്തോടത്തോളം കാലം ഈ കൗൺസിലർമാരെ ഒക്കെ ബലിയാടാക്കുന്ന രൂപത്തിൽ ഇത് മൊത്തം പ്രശ്നത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ പരിപാടി കൗൺസിലിന് അംഗീകരിക്കാൻ കഴിയില്ല. ആ ലെറ്റർ തള്ളിക്കളയണം. അതേസമയം തന്റെ വാർഡിലെ ഒരു കിണറുമായുള്ള CPMന്റെ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ലീഗ് അംഗം ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. അഴിമതി ആരോപണം നേരിട്ട മൻസൂർ കൗൺസിൽ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. ഞാൻ പറയുന്നു, അത് അന്വേഷിക്കണം. ഞാൻ ആവശ്യപ്പെടുകയാണ് വിജിലൻസ് അന്വേഷണം. മണ്ണാർക്കാട് പള്ളിക്കുന്ന് ഭാഗത്തെ ഒരു പൊതു കിണർ 9 ലക്ഷം 9 ലക്ഷം ഞാൻ എപ്പോഴാണ് അറിയണം സത്യത്തില്. ഞാൻ ബാക്കി അതിന് വെച്ച ഫണ്ട് ചെയർമാന്റെ പ്രത്യേക സാക്ഷൻ വാങ്ങി സ്പെഷ്യൽ ഫണ്ട് ചെയർമാനെ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയത് എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും 9 ലക്ഷം എന്നുള്ളത് ഇപ്പൊ ഞാൻ പത്രസമ്മേളനം എനിക്കറിയില്ല, ചെയർമാൻ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്ര ആയിക്കൊള്ളട്ടെ, അതിൽ അഴിമതി ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു കൃത്യമായി അത് അന്വേഷിക്കണം. അഴിമതി ആരോപണം നേരിട്ട മൻസൂർ കൗൺസിൽ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. ഇത്ര ഗൌരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മണ്ണാർക്കാട് ഒരു രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു പത്രസമ്മേളനം നടത്തി. അത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ ഇത് വിശ്വാസ വഞ്ചനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിന് നേരെ വിരുദ്ധമാണ്. അങ്ങനെയെങ്കിൽ നഗരസഭാ ചെയർമാന് കസേരയിലിരിക്കാൻ അർഹതയില്ലെന്ന് CPM കൗൺസിലർ K മൻസൂർ പറഞ്ഞു. തന്റെ വാർഡിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും മൻസൂർ കൂട്ടിച്ചേർത്തു. UDFന്റെ കോട്ട തകർത്താണ് താൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നും വാർഡിലെ ജനങ്ങളും പാർട്ടിയും പറയാതെ രാജിവെക്കില്ലെന്നും മൻസൂർ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലായിക്കോ, നിങ്ങളുടെ പൊന്നാമ്പര കോട്ട 2 തകർത്തിട്ടാണ് മൻസൂർ ഇവിടെ കൗൺസിലർ ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുമ്പോ മാറി നിൽക്കാനില്ല, നിങ്ങൾ പറയുമ്പോ മാറി നിൽക്കാനില്ലതല്ല മൻസൂർ. നിങ്ങള് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ നിങ്ങളുടെ പൊന്നാമ്പര കോട്ട തകർത്തിട്ട് ജനപ്രതിനിധികൾ, അപ്പൊ ഇന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന വിശ്വാസമുണ്ട്, അവര് പറഞ്ഞാൽ ഞാൻ രാജിവെക്കും. അല്ലാതെ ഏതെങ്കിലും കൗൺസിലർ പറയുമ്പോ ഞാൻ രാജിവെക്കാൻ ഞാനെന്താ പൊട്ടന ജനപ്രതിനിധിയാ തെരഞ്ഞെടുത്തതാ. എന്നാൽ CPM കൗൺസിലർ മൻസൂർ ഇത്തരം പ്രവൃത്തി ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് UDF കൗൺസിലർ അരുൺകുമാർ പറഞ്ഞു. CPM CPI ഓഫീസുകൾ നിലനിൽക്കുന്ന വാർഡിൽ നിന്നാണ് താൻ ജയിച്ചു വന്നത്. താൻ തകർത്ത കോട്ട CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് വാർഡാണെന്നും അരുൺ പറഞ്ഞു. ഇപ്പോ 29 കൗൺസിലർമാരുടെയും അഴിമതി അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ തകർത്ത കോട്ട UDFന്റെ ആണെന്ന്. ഞാൻ അഹങ്കാരമില്ല എന്ന് പറയട്ടെ, ഞാൻ തകർത്ത കോട്ട CPMന്റെ ഏരിയ കമ്മിറ്റി ഇരിക്കുന്ന ഓഫീസ് ഇരിക്കുന്ന വാർഡാണ്. അപ്പോ ആരും ഞാൻ തകർത്തു കോട്ട, ഞാൻ UDFന്റെ കോട്ട പൊളിച്ചു എന്ന് പറയുമ്പോ CPIയുടെ ഓഫീസ് ഇരിക്കുന്ന വാർഡ്, CPMന്റെ ഓഫീസ് ഇരിക്കുന്ന വാർഡ്, ആ വാർഡിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചാണ്. അതുകൊണ്ട് അഹങ്കാരം 1 ഇഞ്ച് പോലും അരുൺകുമാറിനില്ല, അരുൺകുമാറിന്റെ പാർട്ടിക്കില്ല. CPMന്റെ 2ാം ടീം CPM നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ലീഗിനെയും കോൺഗ്രസിനെയും പഴിചാരാൻ ആരും വരേണ്ടെന്നും അരുൺകുമാർ കൂട്ടിച്ചേർത്തു. സെക്രട്ടറിയും കൗൺസിലറുമായ മൻസൂർക്ക് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, ഇത് മുസ്ലിം ലീഗിന്റെയും ചെയർമാന്റെയും ഗൂഢാലോചന എന്നതാണ് ഞാൻ കണ്ട പത്രസമ്മേളനത്തിൽ. എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെയും ചെയർമാന്റെയും ഗൂഢാലോചനയല്ല, CPM എന്ന പാർട്ടിയുടെ 2ാമത്തെ
ടീമിന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ ഭാഗം. കാരണം തുടർന്ന് നടന്ന ചർച്ചയിൽ ചെയർമാനെതിരെ CPM കൗൺസിലർമാർ ആരോപണവുമായി രംഗത്തിറങ്ങി. എന്റെ പ്രിയ സ്നേഹിതൻ ആദ്യം പറഞ്ഞത് ഒരിക്കലും മൻസൂർക്ക ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് നിലപാട്. ഇതാ പറയുന്നത്. എന്നിട്ടാണ് ഇതും വേണം നിങ്ങളെ കുറച്ച് ആളുകള് മൻസൂർ അഴിമതി കാട്ടുന്നു എന്നല്ലേ? അപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ ആളുകളാ പറയുന്നത്. എന്താ പറഞ്ഞ് മൻസൂറിന് ഒരിക്കലും എന്നാൽ ചെയർമാനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് കാണിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ നിലയുറപ്പിച്ചു. ചെയർമാൻ ഒറ്റയ്ക്ക് ആക്രമിക്കാനൊന്നും പറ്റൂല. തുടർന്ന് കൗൺസിൽ അവസാനിപ്പിച്ചതായി ചെയർമാൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ചെയർമാൻ എന്താണ് ചെയർമാന്റെ വാർഡിൽ പിന്നെ ഇക്കാര്യം പറയുമ്പോൾ ചെയർമാനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. 2 കൗൺസിലർമാരും കൂടി UDFന്റെ 2 കൗൺസിലർമാരും ഞങ്ങളുടെ വാർഡിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് അന്വേഷിക്കണ്ടേ? അപ്പൊ എല്ലാം തള്ളിക്കളയാന്ന് പറഞ്ഞാൽ എല്ലാം ഈ കത്ത് തള്ളിക്കളയാൻ പറയാൻ പറ്റും. തുടർന്ന് ചെയർമാൻ C. മുഹമ്മദ് ബഷീർ മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകി. അല്ല, ഇതില് ഞാൻ പറഞ്ഞതല്ലോ, 2 വാർഡിൽ നടന്ന ഒരു വർക്കിന് മാത്രമായിട്ടല്ല അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അവിടെ ആ വാർഡിൽ നടത്തിയ അഴിമതി എന്നല്ല പത്രസമ്മേളനത്തിന്റെ കണ്ടന്റ്. മൻസൂർ എന്ന വ്യക്തി കൗൺസിലർ എന്ന അധികാര പരിധിയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്ടർമാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നു എന്നാണ് ആരോപണം. അല്ലാതെ 21, 22 വാർഡിൽ നടത്തിയ. പക്ഷെ അതിൽ ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചെങ്കിൽ 2 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ഫണ്ട് വെക്കാം, നിങ്ങൾ അത്രയൊക്കെ പണിയെടുത്താൽ മതി എന്നൊരു വർത്താനം കൂടി ചേർത്ത് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് ഈ ആരോപണം ഉന്നയിച്ചത് ആ 2 വാർഡിലെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം അല്ല ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതില് അവരുന്നയിച്ച ആരോപണം കൃത്യമായിക്കൊണ്ട് വിജിലൻസ് അന്വേഷിക്കട്ടെ, അവരെ ചോദ്യം ചെയ്യട്ടെ. അപ്പൊ അറിയാലോ നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും അഴിമതിക്കാരാണ്, എല്ലാ വാർഡിലെയും അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് തന്നു കഴിഞ്ഞാൽ അതിന് നഗരസഭ തയ്യാറല്ല. പക്ഷേ ഈ കൗൺസിലറെ പറ്റിയിട്ട് പറഞ്ഞ ആരോപണത്തിന് വിജിലൻസ് എൻക്വയറി നടത്തണമെന്നാണ് ചെയർമാൻ എന്നുള്ള നിലക്കും ഭരണസമിതി എന്നുള്ള നിലക്കും ഞങ്ങൾക്ക് പറയാം. CCN മണ്ണാർക്കാട്.